IPL ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഓരോ ടീമുകളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രൂപ്പിലെ അവസാന സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ചെന്നൈ, അതുപോലെ തന്നെ രാജസ്ഥാൻ സൺറൈസേഴ്സ് പോലുള്ള ടീമുകളെ സംബന്ധിച്ച് പോലും ഇനി സാധ്യതയുണ്ടോ അത് ഒരു നമ്മൾ എഴുതി തള്ളാം. പക്ഷേ ഈ കണക്കുകളുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും എല്ലാ സമയത്തും വളരെ അപ്രതീക്ഷിതമായി പലതും സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നലത്തെ ഒരു മത്സരത്തിൽ ഒരു പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള ഒരു ടീമിനെതിരെ താഴെ ഇതിൽ നിൽക്കുന്ന ഒരു രാജസ്ഥാൻ ഇങ്ങനൊരു വിജയം കൂടി നേടിയ സാഹചര്യത്തിൽ ഓരോ ടീമുകളുടെയും സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വിലയിരുത്താം. എങ്ങനെയാണ് RCBയുടെ സാധ്യതകൾ? ഇപ്പം പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് RCB ആണ്. 10 കളിയിൽ നിന്ന് 14 പോയിന്റുമായിട്ട് ഒരു ടേബിൾ ടോപ്പറാണ്. അതുപോലെ തന്നെ പ്ലേ ഓഫിലേക്കുള്ള ഒന്നാമതൊരു ടീമായിട്ട് വരെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ പറ്റും. 2 മത്സരം കൂടെ ജയിച്ചാൽ അവർ പ്ലേ ഓഫിൽ ഉറപ്പായിട്ടുണ്ടാവും പറയാം. ഈ 4 മത്സരങ്ങൾ ബാക്കിയുള്ളത് അതിൽ 3-4 മത്സരം ജയിച്ചാൽ ആദ്യത്തെ 2 സ്ഥാനങ്ങളിൽ തന്നെ പിന്നെ RCBക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആശങ്ക വരുന്നില്ല. അതെ, RCB എന്തായാലും ഇനിയുള്ള 4 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ വിജയിക്കാൻ തന്നെയാണ് നോക്കുക. പക്ഷെ RCBനെ സംബന്ധിച്ച് ഇനിയുള്ള 4 മത്സരങ്ങളിൽ 3 ഹോം മത്സരങ്ങളാണ്. അതൊരു നമുക്കറിയാം RCBയുടെ പ്രശ്നം നമുക്കറിയാം. ആകെ രാജസ്ഥാനോട് മാത്രമാണ് ഒരു പിന്നെ ജയിക്കാൻ വേണ്ടി പറ്റിയത് ഹോം ഗ്രൗണ്ടിൽ. ബാക്കിയെല്ലാം മത്സരം തോറ്റ ടീമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം ജയിച്ചാലും പിന്നെ പ്ലേ ഓഫിലെ നമ്മൾ 14 പോയിന്റാണ് എല്ലാ IPL സീസണിലും ഒരു ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ കാണുന്നത്. സീസണിലൊക്കെ വരുമ്പോൾ 14 പോയിന്റ് കിട്ടി. കഴിഞ്ഞ 2024 14 പോയിന്റുമായിട്ടാണ് RCB തന്നെ പ്ലേ ഓഫിലേക്ക് എത്തിയത്. അന്ന് 14 നെറ്റ് റൺ റേറ്റാണ് അടിസ്ഥാന ഘടകമായിട്ട് വരുന്നത്. മറ്റു ടീമുകളുടെ പ്രകടനം ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ 14 പോയിന്റ് ഉണ്ടെങ്കിലും RCBക്ക് മുന്നിട്ട് കയറാൻ വേണ്ടി അവസരം ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന 4 മത്സരങ്ങളിൽ ഇപ്പം ഹോം ഗ്രൗണ്ടിൽ 3 തോറ്റു കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റ് താഴോട്ട് പോയാൽ പുറത്താവാൻ സാധ്യതകളുണ്ട്. അപ്പം അവിടെയും ഒന്നും സംഭവിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന ഒരു ടീമായിട്ട് RCB മാറിയിട്ടുണ്ട്. തീർച്ചയായും എന്തായാലും RCBയുടെ കാര്യത്തിൽ വലിയ ആശങ്കകളൊന്നും വേണ്ട. രണ്ടാമത് നിൽക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഗുജറാത്ത് പരാജയപ്പെട്ടതോട് കൂടിയിട്ട് മുംബൈ ഇന്ത്യൻസ് 2ാമത്തെ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. മുംബൈയുടെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പം പറഞ്ഞ പോലെ തന്നെ മുംബൈക്ക് ഇതുപോലെ തന്നെ 4 മത്സരങ്ങൾ ഇനി ബാക്കി വരുന്നത്. അതിൽ 2 മത്സരങ്ങൾ ജയിച്ചാൽ അവർക്കും പിന്നെ പ്ലേ ഓഫിലേക്കുള്ള ഈ 14 പോയിന്റിലെ ഒരു ഇതിലേക്ക് എത്തുമ്പം ചാൻസ് കൂടും. 3 മത്സരം 4-3 ജയിച്ചാൽ അവർക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. മുംബൈയുടെ ഇത് നമ്മൾ കാണേണ്ടത് ഈ പറഞ്ഞ ടീമുകൾ ഇപ്പോൾ RCB ആയാലും മറ്റും നമ്മൾ ആദ്യം തൊട്ടേ മുന്നിലാണ് കയറുന്നു പറഞ്ഞതാണ്. പക്ഷേ മുംബൈ അങ്ങനെ ആയിരുന്നില്ല. തീർന്നു എന്ന് കരുതിയിലേക്കാണ് തിരിച്ചു വന്നത്. 5 തവണ ചാമ്പ്യൻ ടീം തന്നെ നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. അവർ ചാമ്പ്യന്മാരുടെ പ്രകടനത്തോടെയാണ് വന്നത്. നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ കുറേ കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു മുംബൈ ചിലപ്പോൾ കപ്പടിച്ചേക്കാൻ വന്നത്. അല്ല ഇപ്പോൾ പറഞ്ഞാൽ 4 മത്സരങ്ങളിൽ 3 ജയിച്ചാൽ RCBയും മുംബൈ ഇന്ത്യൻസും പ്ലേ ഓഫിലേക്ക് ഉണ്ടാകുന്ന തരത്തിൽ സംശയമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് അവർ ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ രാജസ്ഥാനൊക്കെയാണ് മത്സരം വരുന്നുണ്ട്. എല്ലാ ടീമിൻ്റെയും മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഘടകം. ഒരു ടീം തോറ്റാൽ ഇപ്പോൾ RCB പറഞ്ഞ 3 മത്സരങ്ങൾ തോറ്റാൽ താഴെക്കിടയിലുള്ള രാജസ്ഥാനെ പോലെ ടീമുകൾക്കാണ് അത് ഗുണം ചെയ്യുക. നേരെ മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. അപ്പം ഈ 2 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ മുംബൈക്കും പിന്നെ പ്ലേ ഓഫിലേക്ക് ഒരു സ്പോട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയും അതുപോലെ തന്നെ RCBയും ഒരു ശക്തമായ ഒരു മികച്ച പ്രകടനം തന്നെ മുംബൈ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുംബൈയുടെ കാര്യത്തിൽ വലിയ ആശങ്കകളൊന്നും വേണ്ട. ഇനിയുള്ള മത്സരങ്ങളിൽ ആ ഒരു രീതിയിലുള്ള വിജയം സ്വന്തമാക്കി കഴിഞ്ഞാൽ മുംബൈക്കും പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ഇപ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന ടീമാണ് ഗുജറാത്ത്. ഒരു നല്ല പ്രകടനം എനിക്ക് തോന്നുന്നത് ഗുജറാത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. വിക്കറ്റ് കളയാതെ വളരെ പതുക്കെ റൺസ് കണ്ടെത്തി മികച്ച സ്കോറിലേക്ക് എത്തുന്ന, അതായത് എതിർ ടീമിനെ ബോൾ ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രാന്ത് പിടിപ്പിച്ചിട്ട് അവസാനം നല്ല സ്കോർ, അങ്ങനെ ഒരു 209 റൺസ് സ്കോർ ചെയ്തിട്ട് പക്ഷേ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പരാജയപ്പെട്ടു. എന്നാലും പോലും അവർ 3ാം സ്ഥാനത്തുണ്ട് പോയിന്റ് പട്ടികയിൽ. അവരുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ അവർക്ക് ഇനി 5 മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. മറ്റുള്ള ടീമിലൊക്കെ 4 മത്സരം പറയുമ്പോൾ ഗുജറാത്ത് 5 മത്സരം ബാക്കി, 9 മത്സരം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിലും 3 മത്സരം ജയിച്ചാൽ തന്നെ ഇവർക്ക് എന്തായാലും കയറാൻ വേണ്ടി പറ്റും. ഇന്നലത്തെ മത്സരം അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഇന്നലത്തെ മത്സരം കൂടി ജയിച്ചിരുന്നെങ്കിൽ ഒരു മത്സരം കൂടി ജയിച്ചാൽ തന്നെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റുന്ന ടീമായി മാറിയാണ്. ഈ 5-ലും 3 മത്സരങ്ങൾ പിന്നെ ജയിച്ചാൽ അവർ ഉറപ്പായിട്ടും പ്ലേ ഓഫിൽ ഉണ്ടാകുന്ന ആദ്യത്തെ 5-ൽ 4 ജയിക്കാൻ പറ്റിയ ചിലപ്പം ആദ്യത്തെ 2 സ്ഥാനങ്ങളിലേക്ക് തന്നെ ഗുജറാത്ത് എത്താൻ വേണ്ടി ചാൻസ് ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ ഈ പറഞ്ഞാൽ ഇന്നലെ വൈഭവിൻ്റെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞ ടീമിന് എന്താണ് ഇനി ഭാവിയിലേക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു സെക്യൂർ ഇപ്പം RCBക്കും പിന്നെ തൊട്ട് പിന്നാലെ നമുക്ക് പറയാൻ വേണ്ടി വരുന്ന 2 ടീമുകളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ ഗുജറാത്തിനെ കാണാൻ വേണ്ടി പറ്റും. തീർച്ചയായും ഇപ്പോൾ ഇത് തന്നെ പറയുകയാണെങ്കിൽ RCB അതുപോലെ തന്നെ മുംബൈ ഒക്കെ 10 മത്സരങ്ങൾ ഓൾറെഡി കളിച്ചു കഴിഞ്ഞെങ്കിൽ അവർക്ക് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഗുജറാത്തിനെ സംബന്ധിച്ച്. മറ്റൊന്ന് അടുത്തത് എനിക്ക് തോന്നുന്നത് 4ാമത്തെ പൊസിഷനിലുള്ള ടീം ഡൽഹിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഈ സീസൺ തുടങ്ങിയ സമയത്ത് ആദ്യ സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തുടക്കത്തിലുള്ള മത്സരങ്ങളിലൊന്നും പരാജയം അറിയാതെ പിന്നീട് ഡൽഹി ഒരു പ്രകടനത്തിന്റെ കാര്യത്തിൽ കുറച്ചൊന്ന് പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇനി
ഇപ്പോഴും 4ാം സ്ഥാനത്ത് അവരുണ്ട്. അതായത് ടെക്നിക്കലി 9 മത്സരങ്ങളെ കളിച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ. ഇനിയിപ്പോൾ 5 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പം രാജസ്ഥാൻ 12 പോയിന്റ് ഉണ്ട്. അവർക്ക് 2 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ പ്ലേ ഓഫിലേക്ക് ഉറപ്പിക്കാൻ പറ്റും. 5-ൽ 3 4 ജയിച്ചാൽ അവർക്കും മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ 5-ൽ 4 ജയിച്ചു പറയുമ്പോൾ എല്ലാ ടീമുകളും 5-4 ജയിച്ചാന്ന് ചോദ്യം വരും. നിങ്ങൾ തന്നെ പറയുന്നത്. പക്ഷേ ഇത് പരസ്പരം കളിക്കുന്ന മത്സരങ്ങൾ വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ 2 ടീമുകൾ തമ്മിൽ. അപ്പോൾ ഒരു ടീം എന്തായാലും ജയിക്കും. അപ്പം ആ വരുന്ന ജയിക്കുന്ന ടീമിൽ ടെക്നിക്കലി എത്ര വിജയം വേണം എന്നുള്ള രീതിയിൽ നമ്മൾ വിലയിരുത്താൻ വന്നു കഴിഞ്ഞാൽ അതിൽ പല മാറ്റങ്ങളും വരും. തീർച്ചയായും ഇപ്പം പറഞ്ഞാൽ ഡൽഹിക്ക് 2 ജയങ്ങൾ ലഭിച്ച് തന്നെ ഈ 5-ൽ 2 ജയിച്ചാൽ തന്നെ പ്ലേ ഓഫിലേക്ക് സാധ്യത ഉറപ്പിക്കാം. അതിൽ 3-4 മത്സരങ്ങൾ ഈ നിലവിൽ ഡൽഹിക്ക് ജയിക്കാൻ പറ്റുന്ന മത്സരങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പോൾ അവരും പ്ലേ ഓഫിലേക്കുള്ള ഒരു ടീമായിട്ട് മാറിയേക്കും. തീർച്ചയായും. ഇനി അടുത്തത് വരുന്നത് പഞ്ചാബാണ്. പഞ്ചാബ് എനിക്ക് തോന്നുന്നത് 9 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റ് നേടിയിട്ട് ആണ് നിൽക്കുന്നത്. അതായത് 5 വിജയം, 1 മത്സരം ഉപേക്ഷിക്കപ്പെട്ടത്, ആ ഒരു പോയിന്റും കൂടിയിട്ട്. അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ച് ഇപ്പോൾ 5ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു കാരണം നമ്മൾ ഈ സീസൺ തുടങ്ങിയ സമയത്ത് ആദ്യ ടോപ്പ് 3-ലൊക്കെ ഒരുപാട് സമയത്ത് ഉണ്ടായിരുന്ന ഒരു ടീമാണ് പഞ്ചാബ്. മാത്രമല്ല ഇങ്ങനൊരു അവസരം ലഭിച്ചിട്ട് അതിൽ ആ ഇതിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരൊക്കെ സംബന്ധിച്ച് അവർക്കൊരു വലിയ വിഷയം ഉണ്ടാക്കുകയും ചെയ്യും. പഞ്ചാബിനെ സംബന്ധിച്ചിട്ടുള്ള സാധ്യതകളാണ്. പഞ്ചാബിന്റെ നായകൻ ശ്രേയസ് അയ്യർ ഇപ്പോൾ ഒരു നിലവിലെ ചാമ്പ്യന്മാർ കൊൽക്കത്തയാണെങ്കിൽ കൂടെ ടീമിനെ നയിച്ചൊരു നായകനായിരുന്നു ശ്രേയസ് അയ്യർ. അപ്പോൾ ശ്രേയസ് അയ്യറിന് ഒരു 3 ജയങ്ങൾ മാത്രം മതി. ഇപ്പം 11 പോയിന്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 3 ജയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ പിന്നെ 13, 15, 17 എത്തും. 17 മാർക്ക് വരുമ്പോൾ ബാക്കിയുള്ള ടീമുകൾക്ക് 2 പോയിന്റിൽ 16, 14 ആ ഒരു സ്പോട്ടിലേക്ക് ഇവർക്കൊരു അഡ്വാൻറ്റേജ് എന്തായാലും കിട്ടും. 1 പോയിന്റ് മത്സരം മഴ കൊണ്ടുപോയ മത്സരത്തിന് പോയിന്റാണ് കൂടി. അപ്പോൾ 5 മത്സരങ്ങൾ ബാക്കിയുള്ള ടീമാണല്ലോ പിന്നെ പഞ്ചാബും. 5-ൽ 3 ജയിച്ചാൽ മതി. 3 ജയിച്ചാൽ തന്നെ പഞ്ചാബിനും ഈ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും. 3 ജയം നിർബന്ധമാണ് അതിൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ IPL പ്ലേ ഓഫ് കടക്കാൻ ഏറ്റവും സാധ്യതയുള്ള 5 ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് RCB, മുംബൈ, ഗുജറാത്ത്, ഡൽഹി, പഞ്ചാബ് ഈ ടീമുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പിന്നെ അടുത്തത് വരുന്നത് LSG ആണ്. LSG 10 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റാണ് LSGക്ക് ഉള്ളത്. ഒരു പക്ഷേ അവസാന സമയത്ത് ഇനിയിപ്പോൾ LSGനെ 4 മത്സരങ്ങളിൽ 3 ചെയ്യാൻ വേണ്ടി വരും. അതെ, LSGനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പഞ്ചാബ്, RCB, ഗുജറാത്ത് ഒക്കെ ടോപ്പ് ടീമുകളായിട്ടുള്ള മത്സരം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പൊ പഞ്ചാബിനെ സംബന്ധിച്ച് ഒരു ഇത് പറയുമ്പോൾ LSGക്ക് വേണമെങ്കിൽ ഈ ടീമുകളെ പരാജയപ്പെടുത്താം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് മാത്രമല്ല, പിന്നെ ഒരു മത്സരം വരുന്നത് SRGനായിട്ട്. അപ്പം പഞ്ചാബിനായിട്ടാണ് അടുത്ത മത്സരം വരുന്നത് എന്നത് ഒരു ഇതാണ്. കാരണം ആ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിനെ മറികടന്നിട്ട് ഒരു 12 പോയിന്റ്, ഒരു പോയിന്റിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ അവർക്ക് കഴിയും. പക്ഷെ അവർ കൂടുതൽ മത്സരം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 4 മത്സരം ബാക്കിയുള്ളൂ. അതിൽ 3 കൂടെ ജയിച്ചാൽ മാത്രമേ അവർക്ക് സാധ്യതയുള്ളൂ. ഈ പറഞ്ഞ ബാക്കി ടീമുകൾക്ക് 5 മത്സരം ഉണ്ട്, ഇവർക്ക് 4 മത്സരം മാത്രമാണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ കൊൽക്കത്തയാണ് വരുന്നത്. 7ാമത്തെ പൊസിഷനിലാണ് കൊൽക്കത്ത വരുന്നത്. 9 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റാണ് വരുന്നത്. ഇനി 5 മത്സരങ്ങളാണ് കളിക്കാൻ. 5 ജയിച്ചാലേ അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ 17 പോയിന്റ് ആകും. 5 ജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വേണ്ടി. തീർച്ചയായും. ഇപ്പൊ ഈ 5 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഡൽഹിനായിട്ട് മത്സരം വരുന്നുണ്ട്, രാജസ്ഥാനായിട്ട്, ചെന്നൈനായിട്ട്, SRH, RCB. അതായത് അവർക്ക് കുറച്ചുകൂടി ഈ പറയുന്ന ഈ പോയിന്റ് പട്ടികയിൽ താഴെയുള്ള ടീമുകളായിട്ടാണ് മത്സരം. ടീമുകൾക്കെല്ലാം എനിക്ക് കളിക്കുന്ന എല്ലാ മത്സരങ്ങളും ജയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ജയം മാത്രം മതി. ഇപ്പം ഈ പറഞ്ഞ പോലെ കൊൽക്കത്ത മുതൽ അങ്ങോട്ടുള്ള ടീമുകൾക്ക് വെറും വിജയിച്ച മാത്രം പോരാ, ബാക്കിയുള്ള ടീമുകൾ പ്രകടനത്തെ ആശ്രയിക്കണം, റണ്ണേറ്റ് ഉയർത്തണം, കയറാൻ വേണ്ടി പറ്റും. തീർച്ചയായും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൊൽക്കത്തയുടെ നെറ്റ് റൺ റേറ്റ് മൈനസ് ആയിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഇനിയുള്ള 3 ടീമുകൾ, ഇപ്പോൾ രാജസ്ഥാൻ ആണെങ്കിലും സൺറൈസേഴ്സ് ആണെങ്കിലും CSK ആണെങ്കിലും ഇവരുടെയൊക്കെ ഒരു സാധ്യത. ഇപ്പം ചെന്നൈയുടെ നമ്മൾ ചെന്നൈ ഏകദേശം പുറത്തായി അത് പറയാൻ വേണ്ടി പറ്റും. ഈ രാജസ്ഥാനും ഹൈദരാബാദിനും അവശേഷിക്കുന്ന ചാൻസ് പറഞ്ഞാൽ എല്ലാ മത്സരം ജയിക്കണം. 5 മത്സരങ്ങളും 5 ജയിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അവർ ജയിച്ചാൽ മാത്രം. രാജസ്ഥാൻ ഇനി 4 മത്സരങ്ങളേ ഉള്ളൂ. 4 മത്സരങ്ങൾ. സൺറൈസേഴ്സിന് 5 മത്സരങ്ങൾ. ഇവർ 5 അവർ 5 ജയിക്കണം, ഇവർ 4 ജയിക്കണം. ഇവർ ജയിച്ചാൽ മാത്രം പോരാ, ഈ മുകളിലെ ടീമുകളുടെ പെർഫോമൻസ് അവർ പിന്നെ തോൽക്കാതിരിക്കണം. അതുപോലെ തന്നെ നെറ്റ് റൺ റേറ്റിൽ മുന്നോട്ട് കയറാനും പറ്റണം. എങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിൽ 14 പോയിന്റുമായിട്ട് RCB കയറിയത് നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുപോലെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണാൻ പറ്റില്ല. ഒരു മത്സരം തോറ്റാൽ തന്നെ ഈ ടീമുകൾ പുറത്താവുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ രാജസ്ഥാൻ ഇനി മത്സരങ്ങളുള്ളത് മുംബൈ ഇന്ത്യൻസ്, അതുപോലെ തന്നെ കൊൽക്കത്ത, CSK, അതുപോലെ തന്നെ പഞ്ചാബ് ഈ ടീമുകളായിട്ടാണ്. ഇതിൽ ടോപ്പിലുള്ള 2 ടീമുകൾ വരുന്നത് മുംബൈ ഇന്ത്യൻസും പഞ്ചാബുമാണ്. പിന്നെ ചെന്നൈനായിട്ടുള്ള ഒരു മത്സരമാണ്. പിന്നെ വരുന്നത് കൊൽക്കത്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് എല്ലാ മത്സരങ്ങളും ഇനി വിജയിക്കണം. അപ്പോൾ അവരും വിജയിക്കാൻ വേണ്ടിയിട്ട് വലിയ മാർജിനിൽ തന്നെ വിജയിക്കണം. രാജസ്ഥാനും ചെന്നൈക്കൊക്കെ വരുമ്പോൾ വലിയ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ ഉള്ളൂ. ഇന്നലെ ഇപ്പം കളിച്ച പോലെ വൈഭവിന്റെ ഒരു പ്രകടനം വീണ്ടും രാജസ്ഥാനൊക്കെ തുണക്കാൻ വരുവാണെങ്കിൽ, ഫസ്റ്റ് ബാറ്റൊക്കെ നിന്നിട്ട് വലിയ സ്കോർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മികച്ച രീതിയിൽ പെട്ടെന്ന് തന്നെ ചേസ് ചെയ്തിടുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം അവർക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ സ്വപ്നം കാണണ്ട. ഇപ്പോൾ ചെന്നൈയുടെ മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സീസണിലേക്ക് നോക്കുന്നത് ധോണി ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സീസണിലേ ഉള്ളത്. ആ 2 ടീമിൻ്റെ അവസ്ഥകൾ ജയിക്കണം, വലിയ മാർജിൻ ജയിക്കണം എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 6 ടീമുകൾക്ക് പിന്നെ സാധ്യതകളുണ്ട് ഈ IPL പ്ലേ ഓഫിലേക്ക്.
ആർക്കും എങ്ങനെയും വരാം. ആദ്യ 2 സ്പോട്ടിലേക്കുള്ളും അതും മത്സരം അടക്കമാണ്. ഏതെങ്കിലും ഒരു ടീമും ഇതുവരെ പിന്നെ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായും ഇനിയിപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് ഏതൊക്കെ ടീമുകൾ പ്ലേ ഓഫിൽ കടക്കും എന്നത് കൂടി ഒന്ന് വിലയിരുത്താം. അപ്പോൾ എനിക്ക് തോന്നുന്നത് RCB, മുംബൈ, ഗുജറാത്ത് ഈ ടീമുകൾ ഏകദേശം ഒരു പ്ലേ ഓഫിലേക്ക് ഉറപ്പിച്ച പോലെയാണ്. കാരണം ഇപ്പോഴത്തെ പ്രകടനം RCBനെ സംബന്ധിച്ച് അവസാന മത്സരങ്ങളിൽ എനിക്ക് തോന്നുന്നത് 4 മത്സരങ്ങളിൽ 3 ഹോം മത്സരങ്ങളിൽ ഇനി ഒരു ഹോം മത്സരത്തിൽ ഒരു വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ഒരു എവേ മത്സരത്തിൽ അവർ തകർപ്പൻ പ്രകടനമാണ് നടത്തുന്നത്. ഇനിയൊരു മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ റെക്കോർഡാണ്. തുടർച്ചയായി 7 മത്സരങ്ങൾ 7 എവേ മത്സരങ്ങൾ 7 ജയിക്കുക എന്നുള്ളൊരു റെക്കോർഡും കൂടി RCBനെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം മത്സരങ്ങളിൽ 1-2 മത്സരങ്ങളിൽ അവർ ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ ഒരു ഫോം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. മുംബൈ ഇന്ത്യൻസിന് ഈ പറഞ്ഞ പോലെ മുംബൈ ഇന്ത്യൻസ് ഒരു മികച്ച ടീമായി മാറി. അതെ, പ്ലേ ഓഫിൽ എത്തുമെന്ന് മാത്രമല്ല അവർ കിരീട സാധ്യത, എനിക്ക് ഈ സീസണിൽ കിരീടം നേടാൻ സാധ്യതയുള്ള 2 ടീമുകളിൽ മുംബൈയോ RCB തന്നെയാണുള്ളത്. RCB എനിക്ക് തോന്നുന്നു കോഹ്ലിക്ക് വേണ്ടിയിട്ട് ഈ സീസൺ പഠിക്കാനുള്ള അതിനുള്ള എല്ലാ ഊർജ്ജവും ആ രീതിയിലുള്ള ഒരു പ്രകടനം അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഗുജറാത്ത് തീർച്ചയായിട്ടും ഗുജറാത്തിന്റെ അതെ ഒരു മത്സരം കുറവാ കളിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ഗുജറാത്തും തീർച്ചയായിട്ടും കയറാനാണ് സാധ്യത. പിന്നെ ഡൽഹി, പഞ്ചാബ്, ഈ പഞ്ചാബ് വലിയ ഭീഷണി വരുന്നത്. കാരണം ഒരു പോയിന്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് ലക്നൌവിനെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജ്, ലക്നൌവിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതേസമയം ഡൽഹിക്ക് 9 മത്സരങ്ങളിൽ 12 പോയിന്റ്, പഞ്ചാബിന് 9 മത്സരങ്ങളിൽ 11 പോയിന്റ്. ഇതിൽ തന്നെ ഈ പറയുന്ന ഡൽഹിയുടെ ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു മത്സരം പഞ്ചാബിനായിട്ട് മത്സരം വരുന്നുണ്ട്. മെയ് 8 പഞ്ചാബ് ഡൽഹിയും കൂടി മത്സരം വരുന്നുണ്ട്. ഇപ്പോൾ ഈ മത്സരം വളരെയധികം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ ഏതെങ്കിലും ഒരു ടീം, ഡൽഹി, പഞ്ചാബ്, നമുക്ക് ഈ 2 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമാണ് തീർച്ചയായിട്ടും കയറാൻ സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ ഡൽഹി അക്ഷർ പട്ടേലും ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ശ്രേയസ് അയ്യരും പഞ്ചാബ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഏത് ടീം പുറത്തായാലും ഒരു വിഷമം ഉണ്ടാവുന്ന നിലയിലൊക്കെ പോകുന്നത്. ഇതിന് ഒരു പ്രതീക്ഷയിൽ തെറ്റിച്ചത് ഞാൻ ആദ്യം കരുതിയിരുന്നത് RCB, പിന്നെ ഗുജറാത്ത്, ഡൽഹി, പഞ്ചാബ് ഇവർ കയറുന്നതാണ് കരുതിക്കൊണ്ടിരുന്നത്. ഏകദേശം ഞാൻ സ്പോട്ട് ഉറപ്പിച്ച 4 ടീമായിരുന്നു. അപ്പോഴാണ് മുംബൈ അടിയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നത്, നേരെ ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ മുംബൈയുടെ ഒരു വല്ലാത്തൊരു വരവാണ് ഈ കണക്കൂട്ടുള്ള മൊത്തം തെറ്റിച്ചതെന്ന് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ മറ്റു ടീമുകളുടെ പ്രകടനങ്ങൾ നോക്കിയിട്ട് വേണം പിന്നെ പഞ്ചാബിനും ഡൽഹിക്കും ഇതിലേക്ക് എത്താൻ സാധ്യതകൾ കൂടി നോക്കാൻ. ഇത് മുംബൈനെ കുറിച്ച് പറയുമ്പോഴേ അവർ മോശം പ്രകടനം മോശം ഫോം അതിലുള്ള സീസണിലെല്ലാം അവർ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ട് ഒരുപക്ഷെ കപ്പ് തന്നെ നേടിപ്പോയിട്ടുണ്ട്. ഒരു മുംബൈയുടെ കഴിഞ്ഞ 2 മത്സരം മുമ്പ് ഒരു പോസ്റ്റ്, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടത് കണ്ടിരുന്നത്. അതിൽ 2 റൂളുകൾ അവർ പറയുന്നത്. അതിലൊന്ന്, ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന മുംബൈനെ ഒരിക്കലും എഴുതി തള്ളരുത് എന്നുള്ളത് റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2 ആയിട്ട് അവർ പറയുന്നത് റൂൾ നമ്പർ 1ാമത്തെ റൂൾ ഓർത്ത് വെക്കണം എന്നുള്ളതാണ്, അത് മറക്കരുത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ RCB ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും പ്ലേ ഓഫിലെത്തുന്ന മറ്റുള്ള ടീമുകൾക്ക് ഒരു വലിയ ഭീഷണി മുംബൈ ഒരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. RCBനെ സംബന്ധിച്ച് നമുക്കറിയാം, RCBയുടെ ഇപ്പോഴത്തെ ഒരു ടീം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ബോളിംഗ് ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അവരുടെ, അത് പരിഹരിച്ചിട്ടുണ്ട്. മധ്യനിരയിൽ കുറച്ചും കൂടി, മധ്യനിരയെ വല്ലാതെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ടോപ്പ് ഓർഡർ മികച്ച ഫോമിലാണ്. കോഹ്ലി, സാൾട്ട് ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ മികച്ച ഫോമിൽ, പടിക്കൽ നന്നായിട്ട് ഫോമിലേക്ക് എത്തി. രജത് പട്ടിദാർ മികച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ അവസരത്തിനൊത്ത് കളിക്കുന്നുണ്ട്. ടിം ഡേവിഡ് പോലുള്ള ഫിനിഷർ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒത്തൊരു ടീമായിട്ട് RCB ഈ സീസണിൽ മാറി. അല്ല, പക്ഷെ ബോളിംഗ് പലപ്പോഴും പാളാറുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ ഹേസൽവുഡ് പന്തെറിയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബോളർ ഉണ്ടെങ്കിൽ അത് ടീമിന് കൊടുക്കും. അതായത് അതേപോലെ തന്നെയാണ് മുംബൈനെ സംബന്ധിച്ച്. മുംബൈക്കും മികച്ചൊരു ടീം തന്നെയാണുള്ളത്. ബോളിംഗും ഒക്കെ അവരുടെ ഒരു ശക്തിയായിട്ട് വരുന്നുണ്ട്. ബോൾട്ടിനെ പോലുള്ള ഒരു താരമാണ്. നമ്മൾ പറയുമ്പോൾ പിന്നെ ബാറ്റിംഗ് പറയുമ്പോൾ ആദ്യത്തെ 3 താരങ്ങൾ അവരെ വീഴ്ത്തിയാൽ എതിർ താരങ്ങൾക്ക് എന്തെങ്കിലും ടീമുകൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ട് പറയാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ വിലയിരുത്തിയപ്പോഴും ഈ പക്ഷേ ഗുജറാത്തിന്റെ ഒരു ബാറ്റിങ്ങിൽ ഉള്ളൊരു വിഷയമല്ല, ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ തുടക്കത്തിൽ വിക്കറ്റ് കളയാതിരിക്കാൻ വേണ്ടി ആ വിക്കറ്റ് വീണാൽ എതിർ ടീമിന് അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷെ ആ വിക്കറ്റ് വീഴുന്നില്ല. ആ ടോപ്പ് 3 ബാറ്റേഴ്സ് അവർ അതിന് അറിഞ്ഞു കളിക്കാൻ. വേറെ കാര്യമുണ്ട്, ഗില്ലും സുദർശനും ഭയങ്കര ക്ഷമയാണ്. അതായത് അവര് കൃത്യമായിട്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സ്ട്രൈക്ക് റേറ്റും ഉണ്ടാവും അവർക്ക്. കളി പുരോഗമിക്കും തോറും സ്ട്രൈക്ക് റേറ്റും വരും. ആളുകൾ പറയും ചത്ത കളി എന്ന് പറയും. അതാണ് ആ കളിയാണ് അവരുടെ എത്തുന്നത്. ഒരു വിക്കറ്റ് പോയി വരുന്ന ബട്ട്ലർ അത് തന്നെയാണ്. ഗിയർ ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് ചേഞ്ച് ചെയ്യും,
പിന്നെ ഇന്നിങ്സ് കൊണ്ടുപോകുന്ന പോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു മാറ്റം അവിടെ വരുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഗുജറാത്തിനെ സംബന്ധിച്ച് ഇപ്പൊ ഇന്നലെ വെളിപ്പെട്ടത് ഒരാൾ നിന്ന് അടിക്കാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബോളിങ്ങിലുള്ള പല കൃഷ്ണ പോലുള്ള ബോളർമാരുണ്ട്, റാഷിദ് ഖാനൊക്കെ ഉണ്ട്. അത് ഒരു ദിവസം വൈഭവിന്റെ മുമ്പിൽ ഇന്നലെ ഒന്നും ആയിരുന്നില്ല, ആരും ആയിരുന്നില്ല. ആ വൈഭവത്തിന്റെ മുന്നിൽ ഒന്ന് തീർന്നു പോയതേ ഉള്ളൂ. അതിനെ നമുക്ക് അങ്ങനെ ഉണ്ടാ മതി. എന്തായാലും ഇനി ഈ പറയുന്ന മത്സരങ്ങളെല്ലാം ഓരോ ടീമുകൾക്കും നിർണായകമാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് പരസ്പരം കളിക്കുന്നത് എന്ന ഡാറ്റ കൃത്യമായി നോക്കിയിട്ടല്ല, മൊത്തത്തിൽ ഒരു ടീമുകളുടെ സാധ്യതകൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സാധ്യതകളും ഇതൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളും കൂടി കണ്ടറിയാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്.